أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. وإذا مس الناس ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ മഹത്തായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ
ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിനീതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരള സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് വിശദീകരിക്കുന്ന മഹത്തായ ഒരു സമ്മേളനമാണിത്. പല നിലയിലും ഈ ആദർശ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു സംഘടനാ പക്ഷപാതിത്വമായി വീക്ഷിക്കുന്നവരും ഉണ്ട്. ഇതെല്ലാം സമൂഹത്തിൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരും ഇത് തികച്ചും അനാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നവരും എതിർത്തും അനുകൂലിച്ചും അഭിപ്രായം പറയുന്നവരും ഈ രംഗത്ത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഈ ആദർശ പ്രസ്ഥാനം എന്ന ചോദ്യത്തിന് ഉത്തരം കാണുമ്പോൾ പ്രധാനമായി നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് കൊണ്ട് ഈ വിഷയം ആരംഭിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂൻ. ലോകത്ത് അല്ലാഹുവിൻ്റെ മതം പറയുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന അല്ലാഹുവിൻ്റെ ദൂതന്മാർ, പ്രവാചകന്മാർ, അങ്ങനെയുള്ള എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ ഉണ്ടായ അവസ്ഥ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ തൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളെ ഏർപ്പെടുത്തി കൊടുക്കും. ആ പ്രവാചകന്റെ സഹായികളായി, സഹചാരികളായി ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുത്താൽ അവർക്കുള്ള സവിശേഷത, വഅസ്ഹാബു യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരി. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന പാഠങ്ങളെ അങ്ങനെ തന്നെ അവർ സ്വീകരിക്കും. ആ പ്രവാചകന്റെ ഓരോരോ കൽപ്പനകളെയും അവർ അനുധാവനം ചെയ്യും. ആ പ്രവാചകൻ എന്ത് നിർദ്ദേശിക്കുന്നുവോ അത് അവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അങ്ങനെ ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് അനുയായികളെ ഏർപ്പെടുത്തി കൊടുത്ത് ആ അനുയായികൾ നല്ല ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായാൽ ثم إنها تخلف من بعدهم خلوف. ആ സച്ചരിതരായ നല്ലവരായ ആളുകൾക്ക് ശേഷം അവരുടെ പിൻഗാമികളായി വേറെ ചില ആളുകൾ രംഗത്ത് വരും. അവരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. പിന്നീട് സച്ചരിതരായി ഈ മനുഷ്യരുടെ അനന്തരാവകാശികളായി കടന്നു വരുന്ന ആളുകൾ അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരായിരിക്കും. മാത്രമല്ല വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുകയും
പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ആ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ വാദിച്ചുകൊണ്ട് അവർ നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സമൂഹത്തെ, അങ്ങനെ ഒരു സംഘത്തെ നിങ്ങൾ കണ്ടാൽ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവനാരോ അവനാണ് മുഅ്മിൻ. ഈ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഒരു അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ, ഈ അവസ്ഥ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത്തരം ആളുകളോട് ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുവോ ആ നിലയിൽ അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്ത് തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവൻ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള സാഹചര്യമില്ലാത്ത ഘട്ടത്തിൽ നാവ് കൊണ്ടവരോട് ജിഹാദ് ചെയ്യുന്നവനാരോ ഫഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാണ്. ഇനി അതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല, സാധ്യമല്ല, നാവ് കൊണ്ട് അതിനോട് പ്രതിരോധിക്കുവാനും കഴിയുന്നില്ല. ആ ഒരവസ്ഥയിൽ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഹൃദയം കൊണ്ട് അത്തരം സംഗതികളോട് ജിഹാദ് ചെയ്യുന്നവനാരോ അവൻ മുഅ്മിനാണ്, അവനാണ് മുഅ്മിൻ. മാനസികമായ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആ തിന്മക്കെതിരെ നിലകൊള്ളുന്നവനാരോ അവനാണ് മുഅ്മിൻ. ആ മാനസികമായ വെറുപ്പും ഒരാൾക്ക് ആ തിന്മകളോട് തോന്നുന്നില്ല. പ്രവാചകന്മാർ പഠിപ്പിച്ച നേരായ മാർഗം വിട്ടുകൊണ്ട് സത്യമാർഗം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വ്യതിയാനത്തിന്റെ കക്ഷികൾ, നവീനവാദക്കാർ കടന്നു വരുമ്പോൾ അത്തരം ആളുകളോട് മാനസികമായ വെറുപ്പും ഒരാൾക്ക് തോന്നുന്നില്ല എങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത്, അവൻ അറിയേണ്ടത് വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഹർദൽ, ആ മനസ്സിൽ ഈമാനില്ല, ആ മനസ്സിൽ ഈമാനിന്റെ കണിക പോലുമില്ല എന്നാണ്. ഈമാനിന്റെ കണികയെങ്കിലും ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ തിന്മകളോട് അവന് അമർഷമുണ്ടാകുമായിരുന്നു, അതിനെതിരെ അവൻ പ്രവർത്തിക്കുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥ ലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. മാത്രമല്ല വീണ്ടും റസൂലുള്ള പറയുകയാണ്, തന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച്, തന്റെ ഉമ്മത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇമാം തുർമുദി തന്റെ സ്വഹീഹിൽ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നത് കാണാം. ലയഅതിയന്ന അലാ ഉമ്മതി മാ അത അലാ ബനി ഇസ്രായീല ഖദവൻ നഅൽ ബിൻ നഅൽ, ലോകത്ത് ബനു ഇസ്രായേലർക്ക് അഥവാ ഇസ്രായേൽ സന്തതികൾക്ക് സംഭവിച്ചത് എന്റെ ഉമ്മത്തിനും വന്നെത്തുക തന്നെ ചെയ്യും. എന്റെ ഉമ്മത്തിനും അത് സംഭവിക്കും, എന്റെ ഉമ്മത്തിലും അത് വന്നെത്തും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ആ ബനു ഇസ്രായേലർ, ഇസ്രായേൽ സന്തതികൾ അവരുടെ ജീവിതത്തിൽ എന്താണോ പ്രവർത്തിച്ചത് അതിനെ അവർ ഓരോന്നോരോന്നായി പിൻപറ്റും. അവരുടെ ഓരോ കാലടികളെയും എന്റെ ഉമ്മത്ത് പിൻപറ്റും. എത്രത്തോളം ഹത്താ ഇൻകാന മിൻഹും മൻ അതാ ഉമ്മഹു അനാനിയതൻ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക, കഴിഞ്ഞുപോയ ആ തലമുറയിൽ ഏതെങ്കിലും ഒരാൾ തന്റെ മാതാവുമായി പരസ്യമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വരെ അവരെ പിന്തുടരുന്ന ആളുകൾ ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല, തീർച്ചയായും ഇസ്രായേൽ സന്തതികൾ അവർ 72 വിഭാഗമായി വേർപിരിഞ്ഞു പോയി. 72 വിഭാഗമായി കഴിഞ്ഞുപോയ സമൂഹം, കഴിഞ്ഞുപോയ തലമുറ വേർപിരിഞ്ഞു പോയി. എന്നാൽ എന്റെ ഉമ്മത്താകട്ടെ വതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി വേർപിരിഞ്ഞു പോകും. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. കുല്ലുഹും ഫിന്നാർ, ആ വ്യതിയാനത്തിന്റെ കക്ഷികൾ മുഴുവൻ നരകത്തിലാണ്. ആ പിഴച്ചുപോയ കക്ഷികൾ മുഴുവൻ നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു കക്ഷി ഒഴികെ, ഒരു വിഭാഗം ഒഴികെ, ഈ ഒരു വിഭാഗം മാത്രം രക്ഷപ്പെടുകയും ബാക്കിയുള്ള 72 വിഭാഗം നരകത്തിലാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൻഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, രക്ഷപ്പെടുന്ന ആ ഒരു വിഭാഗം ആരാണ്?
വിജയിക്കുന്ന ആ ഒരു കക്ഷി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും നിലകൊള്ളുന്ന മാർഗം, ആ മാർഗം സ്വീകരിക്കുന്നവരാരോ, ഞാനും എൻ്റെ സഹാബത്തും അനുഷ്ഠിച്ച മാർഗം, ആ മാർഗം സ്വീകരിച്ചവരാരോ അവര് മാത്രമായിരിക്കും വിജയിക്കുക, അവർക്ക് മാത്രമായിരിക്കും വിജയമുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സത്യമാണെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നും, ആ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ആ സമൂഹത്തിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ ദീൻ എങ്ങനെ പറഞ്ഞുവോ അതുപോലെ സഹാബത്ത് എങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ ദീൻ പറയുന്ന ആളുകൾ ഉണ്ടാകണമെന്നും അവര് മാത്രമാണ് വിജയിക്കുകയെന്നും വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ മാർഗം, ദീനിന്റെ മാനദണ്ഡം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹിയുടെ സഹാബത്തുമാണ്. ഇത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്, ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വരുന്നത്. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നിർവഹിക്കാനുണ്ടായിരുന്ന ബാധ്യത അതാണ്. മുജാഹിദ് പ്രസ്ഥാനം വന്നുകൊണ്ട് കേരള സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ന മദ്ഹബിലേക്ക് വരണമെന്നല്ല, നിങ്ങൾ ഇന്ന തരീഖത്തിലേക്ക് വരണമെന്നല്ല, നിങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ മെമ്പർഷിപ്പ് കാണിച്ചുകൊണ്ട് സ്വർഗത്തിൽ കിടക്കണമെന്നല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾ വരണമെന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് വരണമെന്നാണ്. അത് പറയാൻ ഉള്ള സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു, അത് പഠിപ്പിക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കേരളത്തിലെ ജനത, കേരള സമൂഹം അള്ളാഹുവിന്റെ ഖുർആൻ പ്രമാണമാണെന്ന് പോലും അറിയാത്ത ജനതയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് അത്ഭുതം തോന്നും. അള്ളാഹുവിന്റെ ഖുർആൻ പ്രമാണമാണെന്ന് മനസ്സിലാക്കാതിരുന്ന, അങ്ങനെ ഉൾക്കൊള്ളാതെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ജീവിച്ച ഒരു ജനതയായിരുന്നു കേരളത്തിലെ ജനതയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. എന്നാൽ ആ അത്ഭുതത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല. കാരണം ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എത്രത്തോളം 1982 ജനുവരി മാസം പുറത്തിറങ്ങിയ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയുമോ? തഹദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ. പുസ്തകത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ തഹദീറുൽ ഇഖ്വാൻ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഉള്ള മുന്നറിയിപ്പ്, ഏത് വിഷയത്തിലുള്ള മുന്നറിയിപ്പ്? മിൻ തർജിമത്തിൽ ഖുർആൻ, ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നതിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. ഇതാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത് കേട്ടോ? ഇതിന്റെ 16-ാമത്തെ പേജിൽ കാണാം, ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഇത് പറയാനാ പുസ്തകം എഴുതിയത്. എന്താ പറഞ്ഞത്? ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ഖുർആനിൽ നിന്ന് ഓതൽ നിർബന്ധമായ ഒരൊറ്റ അധ്യായമേ ഉള്ളത് ഫാത്തിഹയാണ്. കാരണം നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഓതൽ നിർബന്ധമായ ഒരു സൂറത്തെ ഖുർആനിലുള്ളത് ഫാത്തിഹ മാത്രമാണ്. ഫാത്തിഹയല്ലാത്ത മറ്റു സൂറത്ത് ഓതൽ സുന്നത്തേയുള്ളൂ. എന്ന് മാത്രമല്ല, ആ സൂറത്തുൽ ഫാത്തിഹ അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. നിർബന്ധമായും പാരായണം ചെയ്യേണ്ട ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല എന്ന് പറയാൻ പുസ്തകം എഴുതിയത് 1982 ജനുവരി മാസത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുസ്തകം എഴുതിയത് അറിയപ്പെട്ട ഒരു ഓറിയന്റലിസ്റ്റ് അല്ല, ഇസ്ലാമിനോട് പരസ്യ പ്രഖ്യാപനം നടത്തിയ ഒരു ഓറിയന്റലിസ്റ്റ് അല്ല, പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ച ഒരു ഓറിയന്റലിസ്റ്റ് എഴുതിയ പുസ്തകമല്ല ഇത്. നേരെ മറിച്ച് കേരളത്തിൽ ജീവിച്ച ഒരു പണ്ഡിതൻ, അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിലാണ് ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ വരികൾക്കിടയിൽ വായിക്കുന്ന ആളുകൾ പറയും, മൗലവി ആ പുസ്തകത്തിൽ പറഞ്ഞത് സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്നാണ്. എല്ലാവർക്കും ഖുർആൻ അർത്ഥം പഠിക്കാൻ പറ്റൂ?
പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഖുർആനിന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല, പൊതുജനങ്ങൾ പഠിക്കേണ്ടതില്ല എന്നാണ് അവിടെ പറഞ്ഞത് എന്ന് ചിലപ്പോൾ വ്യാഖ്യാനിച്ചേക്കും. അങ്ങനെ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ തോന്നുന്നുവെങ്കിൽ അവരാ പുസ്തകത്തിന്റെ 34-ാമത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കണം. എന്താ അവിടെ പറയുന്നതെന്നറിയോ? ഈ എഴുതിയ മുസ്ലിയാർ, ഇദ്ദേഹത്തിന്റെ പേര് ഇ കെ ഹസൻ മുസ്ലിയാർ എന്നാണ്. ഈ ഇ കെ ഹസൻ മുസ്ലിയാർ തൻ്റെ അനുഭവം പറയാണ്, തൻ്റെ ഉസ്താദുമാരുടെ അവസ്ഥ പറയാണ്. എന്താ പറയുന്നത് കേട്ടോ? എൻ്റെ ഉസ്താദുമാരടക്കം പഴയ ആലിമീങ്ങൾ ഖുർആൻ വാക്കുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിൻ്റെ വിധി വിവരിച്ചു തരികയല്ലാതെ അർത്ഥം പറയാറില്ല കേട്ടോ. എൻ്റെ ഉസ്താദുമാരടക്കം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിൻ്റെ വിധി എന്താണ് എന്ന് പറഞ്ഞു തരികയല്ലാതെ ആ ആയത്തിന്റെ അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. കണ്ടോ, ഗ്രാമർ പഠിക്കുമ്പോൾ, അറബിക് ഗ്രാമർ പഠിക്കുമ്പോൾ ഒരു ഗ്രാമറിന് ഉദാഹരണം പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ആയത്ത് വന്നാൽ ആയത്തിന് അർത്ഥം പറയാറില്ല. അവിടുത്തെ വിധി എന്താണ്, എങ്ങനെയാ നിയമം വരിക എന്ന് പറഞ്ഞു തരും. അല്ല ഉസ്താദ്, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, മോനെ ആയത്തിന്റെ അർത്ഥം ചോദിക്കാൻ പാടില്ല, ആയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ പിഴച്ചു പോകും എന്ന് ഉപദേശിക്കുന്നവരായിരുന്നു എൻ്റെ ഉസ്താദുമാർ എന്ന് ഇ കെ ഹസൻ മുസ്ലിയാർ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ നാളെ പാരത്രിക ലോകത്ത് പരാതി പറയുന്ന ഒരു ജനതയുണ്ട്. ആ ജനതയ്ക്ക് സമാനമായി ഈ ഉമ്മത്ത് അധപ്പതിച്ചു. അള്ളാഹുവിന്റെ റസൂൽ നാളെ പാരത്രിക ലോകത്ത് റബ്ബിനോട് പറയുന്നൊരു പരാതി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാല റസൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്താൽ എന്താ റസൂലുള്ളാഹിയുടെ പരാതി? പരലോകത്തെത്തിയ പ്രവാചകന്റെ പരാതി. യാ റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അവർ എൻ്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു. അവർ വിശുദ്ധ ഖുർആനിനെ വർജിച്ചു കളഞ്ഞു, വലിച്ചെറിഞ്ഞു. ആ വിശുദ്ധ ഖുർആൻ അവർ സ്വീകരിച്ചില്ല, വിശുദ്ധ ഖുർആൻ അവർ പഠിച്ചില്ല, വിശുദ്ധ ഖുർആൻ അവർ മനസ്സിലാക്കിയില്ല, അതവർ ഉൾക്കൊണ്ടില്ല. നബി അല്ലാഹുവേ, അവർ ഖുർആൻ പഠിച്ചില്ല റബ്ബേ, ഖുർആൻ മനസ്സിലാക്കിയില്ല റബ്ബേ, അവർ പരിപൂർണമായും അത് വർജിച്ചു കളഞ്ഞു എന്ന് അള്ളാഹുവിന്റെ റസൂൽ നാളെ പാരത്രിക ലോകത്ത് റബ്ബിനോട് പരാതി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു തരം ജീവിതശൈലി സ്വീകരിച്ച ഒരു സമൂഹമായി ഈ സമൂഹം മാറി. ഖുർആൻ അറിയില്ല, സുന്നത്തറിയില്ല. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടം വരെ പള്ളി ദറസുകളിൽ ഇമാം ബുഖാരിയുടെ സഹീഹ് എടുത്തത് എന്തിനു വേണ്ടിയാണ്? ഹദീസ് പഠിക്കാനല്ല, നേരെ മറിച്ച് ബർക്കത്തിന് വേണ്ടിയാണ്. ബർക്കത്തിന് വേണ്ടി ബുഖാരി ഓതലാണ്, ബർക്കത്തിന് വേണ്ടി മുസ്ലിം ഓതലാണ്. എന്തുകൊണ്ട്? ആ ഹദീസിൽ നിന്ന് കാര്യം ഉൾക്കൊള്ളാൻ പറ്റില്ല, ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ വിശ്വാസമാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കർമ്മമണ്ഡലമാകട്ടെ, വിശ്വാസരംഗത്ത് രണ്ടാലൊരു ഇമാമിനെ നമുക്ക് സ്വീകരിച്ചാൽ മതി, കർമ്മരംഗത്ത് നാലാലൊരു മദ്ഹബിനെ നമുക്ക് സ്വീകരിച്ചാൽ മതി. അല്ലാതെ ഖുർആൻ നമുക്ക് പഠിക്കേണ്ടതില്ല, ഹദീസ് നമുക്ക് പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയ ജനത, ഈ ജനത വഴിപിഴച്ചു പോകാൻ മാന്യ സഹോദരങ്ങളെ അധികം താമസമില്ല. പ്രമാണം കൈവിട്ടു പോയൊരു ജനത, ആ ജനത നാശത്തിലാകാൻ അധികം താമസമില്ല. ലോകത്ത് ഏത് കാലഘട്ടത്തിൽ ജനങ്ങൾ ദുഷിച്ചോ ആ കാലഘട്ടത്തിലെല്ലാം അവർക്ക് സംഭവിച്ചത് എന്താ? പ്രമാണം മാറ്റിവെച്ചതാണ്, പ്രമാണം മാറ്റിമറിച്ചതാണ്, തെളിവുകളെ കൈയൊഴിഞ്ഞതാണ്. യഹൂദ നസറാക്കൾക്ക് സംഭവിച്ച അപജയം അതാണ്. വിശുദ്ധ ഖുർആൻ അത് വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ നിലപാടിനെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട്. യഹൂദികളെ വിമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം, മതലുല്ലദീന ഹുമ്മിലുത് തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. مثل الذين حملوا التوراة, തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ, തൗറാത്ത് ചുമക്കുന്നവരുടെ ഉപമ, കമഥലിൽ ഹിമാരി, കഴുതയുടെ ഉപമയാണ്. എങ്ങനെയുള്ള കഴുത? യഹ്മിലു അസ്ഫാര, ഗ്രന്ഥം ചുമക്കുന്ന കഴുത, പുസ്തകം ചുമക്കുന്ന കഴുത. ആ കഴുതക്കു സമാനമാണ് യഹൂദി, തൗറാത്ത് ചുമക്കുന്നവൻ. വിശുദ്ധ ഖുർആൻ പറയാണ്. അത് പറഞ്ഞിട്ട് ഖുർആൻ അവസാനിപ്പിച്ചില്ല.
അതിനോട് ചേർത്തല്ല പറഞ്ഞു ബിഇസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ആയാത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്ര മോശമാണ്. പ്രമാണം തെളിവ് പഠിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആയാത്തുകളെ വ്യാജമാക്കുന്നവരാണവർ. അവരുടെ ഉപമ എത്രമാത്രം മോശമാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അത്തരത്തിൽ അക്രമികളായ ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല, നേർവഴിയിലാക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് തരം താന്നു പോയി. മദ്ഹബി പക്ഷപാതിത്വം അവർക്ക് വന്നു. പ്രമാണങ്ങൾ അവർ മനസ്സിലാക്കിയില്ല. എവിടുന്നാണ് ഈ മാർഗം ഇവർ സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ തത്വം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. വിശുദ്ധ ഖുർആൻ മാറ്റിവെച്ച്, പ്രമാണങ്ങളെ മാറ്റിവെച്ച്, തെളിവുകളെ മാറ്റിവെച്ച് കാലകൾക്കും കീലകൾക്കും പിന്നാലെ പോയൊരു ജനത. പക്ഷേ ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞു അത് പറ്റില്ല. ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? സുപ്രസിദ്ധനായ സ്വഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രസിദ്ധമായ വചനം, ലാ യുകല്ലിദന്ന റജുലുൻ ദീനഹു റജുലാ, ഒരുത്തനും മതത്തിന്റെ കാര്യത്തിൽ മറ്റൊരുത്തൻ അന്ധമായി അനുകരിക്കാൻ പാടില്ല. ദീനിന്റെ കാര്യത്തിൽ വേറൊരുത്തന്റെ പിന്നാലെ പോയി അവനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല. ഇൻ ആമന ആമന വ ഇൻ കഫറ കഫറ, അയാൾ വിശ്വസിച്ചാൽ ഞാനും വിശ്വസിച്ചു, അയാൾ അവിശ്വസിച്ചാൽ ഞാനും അവിശ്വസിച്ചു എന്ന നിലപാട് മതത്തിൽ ഒരാളും സ്വീകരിക്കാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ മതത്തിന്റെ കാര്യത്തിൽ അത് പറ്റില്ല എന്ന്. ഒന്നുകിൽ നീ പഠിച്ചറിഞ്ഞ ഒരു പണ്ഡിതനാകണം, വിവരമുള്ള ഒരു ആലിമാകണം, അള്ളാഹുവിന്റെ ആയാത്തുകളെ മനസ്സിലാക്കിയ, ഹദീസുകളെ മനസ്സിലാക്കിയ, ആ ഹദീസുകളുടെ വിശദീകരണം മനസ്സിലാക്കിയ ഒരു ആലിമാകണം നീ, പണ്ഡിതനാകണം നീ. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിലോ ഔ മുത്തഅല്ലിമ, നിന്റെ പ്രായം എത്രയായാലും, നീ എത്ര വളർന്നാലും, നീ എത്ര വലിയ ജോലിയിൽ കഴിയുന്നവനായാലും, എത്ര തിരക്കുള്ളവനായാലും മുത്തഅല്ലിമായിക്കൊള്ളണം, പഠിക്കുന്നവനായിക്കൊള്ളണം, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിയായിക്കൊള്ളണം. വലാ തഅദുവന്ന ഇമ്മാ ഫീമാ ബൈന ദാലിക, ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരിക്കലും നീ ഒരു ഇമ്മാത്താകാൻ പാടില്ല, കൂടെ കൂടിയാകാൻ പാടില്ല. ആരാ ഇത് പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കലും കൂടെ കൂടിയാകരുത്, നേരെ മറിച്ച് തെളിവുകൾ പഠിച്ചറിഞ്ഞോ, മനസ്സിലാക്കിക്കോ, കാര്യങ്ങൾ ഉൾക്കൊണ്ടോ. ഇതാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും പഠിപ്പിച്ചത്. ഈ നിലപാടാണ് ഷാഫി ഇമാം പഠിപ്പിച്ചത്. ഈ നിലപാടാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പഠിപ്പിച്ചത്. ഈ നിലപാടാണ് അതുപോലെ തന്നെ അബുൽ ഹസൻ അശ്ശരി റഹിമഹുല്ല പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ. ഇതേ നിലപാടാണ് മഹാനായ മാലിക് ഇമാം പഠിപ്പിച്ചത്. ഇതേ നിലപാടാണ് അതേ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ല പഠിപ്പിച്ചത്. മുഴുവൻ പണ്ഡിതന്മാരും ഇതാ പഠിപ്പിച്ചത്. ലോകത്ത് എന്നെ അന്ധമായി അനുകരിച്ച് എന്റെ പിന്നാലെ കൂടിക്കോ എന്ന് പറഞ്ഞൊരു പണ്ഡിതനില്ല. ഞാൻ പറയുന്നത് മതമായി സ്വീകരിച്ചോളൂ, അത് അന്ധമായി അനുകരിച്ചുകൊണ്ട് എന്റെ പുറകെ കൂടിക്കോളൂ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനില്ല. നമുക്കറിയാം, ലോകം കണ്ട മദ്ഹബിന്റെ ഇമാമുമാരിൽ ഏറ്റവും മുൻഗാമിയായ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ല പറഞ്ഞ വാചകം തന്നെ, ഫഇന്നനാ ബശറുൻ നഖൂലുൽ ഖൗലൽ യൗമ വനർജിഉ അൻഹു ഗദാ, തീർച്ചയായും ഞാനൊരു മനുഷ്യനാണ്. ഫഇന്നനാ ബശർ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ ഒരു മനുഷ്യനാണ്. നഖൂലുൽ ഖൗലൽ യൗമ, ഇന്ന് ഒരു വാക്ക് ഞാൻ പറയും, ഞാൻ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ പറയും. വനർജിഉ അൻഹു ഗദാ, നാളെ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ഞാൻ എന്റെ പഴയ വാക്ക് വിട്ടിട്ട് ആ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വരും. അതാണ് എന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരാൾ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഹർഫും എഴുതിയെടുക്കാൻ വേണ്ടി ഒരാൾ ഒരുങ്ങിയപ്പോ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞ വാചകം, വൈഹക് യാ യഅ്കൂബ്, യഅ്കൂബ് നിനക്ക് എന്ത് പറ്റി, എന്ത് സംഭവിച്ചു? ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, എന്നിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ നീ എഴുതാൻ നിൽക്കണ്ട. ഫഇന്നി ഖദ് അറാ അർറയൽ യൗമ, ഇന്ന് ഞാൻ ഒരു അഭിപ്രായം മനസ്സിലാക്കും, ഞാൻ ഉൾക്കൊള്ളും, ഞാൻ അങ്ങനെ മനസ്സിലാക്കും. വഅത്റുകുഹു ഗദാ, നാളെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒഴിവാകും. വഅത്റുകുഹു ബഅദ യൗം ബഅദ,
അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാകുമ്പോൾ ഒരുപക്ഷേ നാളെ ഞാൻ സ്വീകരിക്കുന്ന നിലപാട് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതിനടുത്ത ദിവസം ഞാനത് തിരുത്തും. അതുകൊണ്ട് എൻ്റെ പിന്നാലെ കൂടി അതും ഇതും എഴുതി നീ സമയം കളയരുത് എന്ന് അദ്ദേഹം തൻ്റെ പിന്നാലെ കൂടിയ ഒരാളോട് ഉപദേശിക്കുകയാണ്. ഇത് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മുഴുവൻ സ്വീകരിച്ച നിലപാടാണ്. മഹാനായ മാലിക് ഇമാം റഹിമഹുള്ളയുടെ സുപ്രസിദ്ധമായ വാചകം ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വ ഉസീബു. മാലിക് ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമു ദാരിൽ ഹിജ്റ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി മസ്ജിദുൻ നബവിയിലെ മുദർരിസായിരുന്ന മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഉസ്താദായ മാലിക് ഇമാം പറയുകയാണ് ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഉഖ്തിഉ വ ഉസീബു, എനിക്ക് ശരിയും തെറ്റും പറ്റും. എനിക്ക് ചിലപ്പോൾ ശരി പറ്റും, ചിലപ്പോൾ തെറ്റും പറ്റും. അതുകൊണ്ട് ഫൻദുറു ഫീ റഈ, എൻ്റെ ഒരു അഭിപ്രായം കണ്ടാൽ നിങ്ങൾ നന്നായി ചിന്തിക്കണം, നിങ്ങൾ നന്നായി ആലോചിക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസുന്നത ഫഖുദൂ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസുന്നത ഫത്റുകൂഹു, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അത് അല്ലാഹുവിന്റെ ഖുർആനിനെതിരായി പോയാൽ, ഹദീസുകൾക്കെതിരായി പോയാൽ എൻ്റെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും കൂടരുത്. എന്നെ നിങ്ങൾ മാറ്റിവെക്കണം, എന്നെ നിങ്ങൾ വർജിക്കണം. എന്നിട്ട് അള്ളാന്റെ കിതാബ് നിങ്ങൾ സ്വീകരിക്കണം, റസൂലുള്ളാഹിന്റെ ഹദീസ് സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു. വഖദ് തമ്മൽ അംർ, കാര്യങ്ങൾ അവസാനിച്ചു, മതകാര്യങ്ങൾ അവസാനിച്ചു. ഫഇന്നഹു യംബഗി അൻ തുത്തബഅ ആഥാറു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യുത്തബഅ റഅയ. അതുകൊണ്ട് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകളെ, നബി പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന നമുക്ക് കൈമാറിയ സുന്ദരമായ ആശയത്തെ പിൻപറ്റുക മാത്രമാണ് നമ്മുടെ ബാധ്യത. ഒരിക്കലും ആരുടെയെങ്കിലും അഭിപ്രായം കേട്ട് ആ അഭിപ്രായത്തിന്റെ പിന്നാലെ പോകരുത്, ആ അഭിപ്രായത്തിന്റെ പിന്നാലെ പോകരുത്. ആരാ പറയുന്നത്? മാലിക് ഇമാം പറയുകയാണ്, വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതല്ല ഷാഫി ഇമാമും പറഞ്ഞു. ഏതെങ്കിലും ഒരാള് അയാൾക്ക് തോന്നിയത് പെട്ടെന്ന് പറഞ്ഞു പോയതല്ല, ബോധപൂർവം പണ്ഡിതന്മാരെല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ജനതക്ക്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം കുല്ലു മസ്അലത്തിൻ സഹഹ ഫീഹൽ ഖബറു അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കുകളിൽ നിന്ന്, പ്രവാചകന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രവാചകന്റെ അഖ്ബാറുകളിൽ നിന്ന് സ്വഹിയായി വന്ന മുഴുവൻ കാര്യങ്ങളും അതെ അതാണ് ശരിയെന്ന് ഇൻദാഹിലിൻ നഖലി ബിഖിലാഫി മാ ഖുൽതു, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വേറൊരു മസ്അലയാണ് സ്വഹിയായി വന്നിട്ടുള്ളത് എന്ന് അതെ തെളിവുദ്ധരിക്കുന്ന ആളുകൾ, വിവരമുള്ള ആളുകൾ പറഞ്ഞാൽ, വിവരമുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, എത്തിച്ചു തന്നാൽ, ഫഅന റാജിഉൻ അൻഹാ ഫീ ഹയാതി വ ബഅദ മമാതി. ഷാഫി ഇമാം പറയാണ്, ഞാൻ ആ തെറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞ അബദ്ധത്തിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. അതെന്റെ ജീവിതകാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഞാൻ മരിച്ചിട്ടാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ എൻ്റെ തെറ്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഞാനും ആ തെറ്റുമായൊരു ബാധ്യതയും ഉണ്ടാവുകയില്ല, ഞാനതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു വാചകം ഇദാ റഅയ്തുമൂനി അഖൂലു ഖൗലൻ വഖദ് സഹ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫു ഫഅലമു അന്ന അഖലി ഖദ് ദഹബ, ഞാനൊരു വാക്ക് പറഞ്ഞു, അതിനെതിരായ ഒരു ഹദീസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, ഫഅലമു നിങ്ങൾ മനസ്സിലാക്കണം, അന്ന അഖലി ഖദ് ദഹബ, എൻ്റെ ബുദ്ധി പോക്കാന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. ആരാ പറയുന്നത്? ഷാഫി ഇമാം. എൻ്റെ ബുദ്ധി പോക്കാണ്, ഞാൻ ബുദ്ധിയില്ലാത്തൊരു മന്ദബുദ്ധിയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കണം എന്നാ. നിങ്ങൾ മനസ്സിലാക്കണം, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരെല്ലാം ഇത് പഠിപ്പിക്കുന്നു. അപ്പൊ ചിലർ പറയും അത് മൗലവി നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടാണ്. അവരുടെ വിനയമാണിത്, അവരുടെ മഹത്വം അതാണ്, വിനയമാണ്. ആ വിനയം കൊണ്ട് പറയുകയാണ് എന്നെ അന്ധമായി അനുകരിക്കരുത് എന്ന് വിനയം കൊണ്ട് പറഞ്ഞതാണ് ആ ഇമാമുമാരൊക്കെ. യഥാർത്ഥത്തിൽ അവരെ അന്ധമായി അനുകരിക്കണം എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥമെന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ മദ്ഹബിന്റെ ഇമാമുമാരിൽ നാലാമനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ലാ തുഖല്ലിദുനി വലാ തുഖല്ലിദ മാലികൻ വലാ ശാഫിഇയ്യ വലാ ഔസാഇയ്യ വലാ തൗരിയ്യ വഖുദ് മിൻ ഹൈസു അഖദൂ. ആരാ പറയുന്നത്? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കല്ല, എന്നെ അന്ധമായി അനുകരിക്കല്ല എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്. ഇമാമു സുന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്
അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്, അത് വിനയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ അടുത്ത വാചകോ വലാ തുഖല്ലിദ് മാലിക്കൻ, എൻ്റെ ഉസ്താദ് ഇമാം ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് മാലിക് ഇമാം, ആ മാലിക് ഇമാമിനെയും നീ അന്ധമായി അനുകരിക്കല്ല. അത് വിനയാണോ അത് കുശുമ്പാണോ? നിങ്ങൾ മനസ്സിലാക്കണം, മാലിക് ഇമാമിനെയും അന്ധമായി അനുകരിക്കല്ല. ഇനി എൻ്റെ ഉസ്താദ് വല ഷാഫി ഇമാമിനെയും അന്ധമായി അനുകരിക്കല്ല. അതുപോലെ മറ്റൊരു ഇമാമാണ് ഔസാഇ ഇമാം, വലൽ ഔസാഇ ഇമാമിനെയും അന്ധമായി അനുകരിക്കല്ല. അതേ മറ്റൊരു ഇമാമാണ് ഷാഫി ഇമാമിന്റെ സമകാലീനായ മറ്റൊരു ഇമാമാണ് ഇമാം സൗരി, ആ സൗരി ഇമാമിനെയും അന്ധമായി അനുകരിക്കല്ല. വഖുദ് മിൻ ഹൈതു അഖദൂ, അവരൊക്കെ എവിടുന്നാണോ ദീൻ പഠിച്ചത് അവിടുന്ന് നീ ദീൻ പഠിക്കണം. അവർക്കൊക്കെ എവിടുന്നാണോ ദീൻ കിട്ടിയത് അവിടുന്ന് നീ ദീൻ പഠിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ് റഅയുൽ ഔസാഇയ വറഅയു മാലിക് വറഅയു അബീ ഹനീഫ കുല്ലുഹു റഅയ്, തീർച്ചയായും ഔസാഇ ഇമാമിന്റെ അഭിപ്രായം, മാലിക് ഇമാമിന്റെ അഭിപ്രായം, അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം, ഇത് മുഴുവനും അഭിപ്രായങ്ങൾ മാത്രമാണ്. വഹുവ ഇൻദീ സവാ, അത് മുഴുവനും എൻ്റെ അടുക്കൽ ഒരുപോലാണ്. മാലിക് ഇമാം ഒരു അഭിപ്രായം പറഞ്ഞാലും, ഔസാഇ ഇമാം ഒരു അഭിപ്രായം പറഞ്ഞാലും, അബൂ ഹനീഫ ഇമാം ഒരു അഭിപ്രായം പറഞ്ഞാലും അതൊക്കെ എൻ്റെ അടുക്കൽ സമമാണ്. വഇന്നമൽ ഹുജ്ജത്തു ഫിൽ ആഥാർ, തെളിവ് അവിടെ ഒന്നുമല്ല. ഷാഫി ഇമാമിന്റെ വാക്കിലല്ല തെളിവ്, ഔസാഇ ഇമാമിന്റെ ഖൗലിലല്ല തെളിവ്, അതുപോലെ തന്നെ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായത്തിലല്ല തെളിവ്. നേരെ മറിച്ച് വഇന്നമൽ ഹുജ്ജത്തു ഫിൽ ആഥാർ, തെളിവുള്ളത് ഖുർആനിലാണ്, സുന്നത്തിലാണ്. മനസ്സിലാക്കണം, ഈ കണിശമായ നിലപാട് കേരള സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് കേരള നദൂത്തുൽ മുജാഹിദീൻ. മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പറഞ്ഞത് ഏത്? ഈ പറഞ്ഞ പണ്ഡിതന്മാർ, ഭുവന പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറഞ്ഞ ഈ തത്വം കേരളത്തിൽ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി രൂപീകൃതമായ സംഘടന. കാരണം ഇത് മറന്നു ജീവിച്ചൊരു ജനത ഇവിടെ ഉണ്ടായി. തെളിവ് ഖുർആനാണ്, തെളിവ് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാതെ ഏതൊക്കെയോ അധമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം കലഹിച്ചും അടിച്ചും ബഹളം വെച്ചും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ജീവിച്ച ഈ സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ സരണിയിലേക്ക്, സുന്നത്തിന്റെ സരണിയിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ രൂപീകൃതമായ സംഘടനയാണ് കേരള നദൂത്തുൽ മുജാഹിദീൻ, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനം, അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം. ഈ രൂപത്തിലൊക്കെ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം അങ്ങനെ രൂപം കൊണ്ടതാണ്. ഇതിൻ്റെ ഭൗതികമായ സാഹചര്യം, ആ സാഹചര്യം ഞാൻ പറയുന്നില്ല. എൻ്റെ കയ്യിലുള്ളത് സമസ്തയുടെ 70-ാം വാർഷിക സ്മരണികയാണ്. ഈ 70-ാം വാർഷിക സ്മരണികയിൽ അതിൻ്റെ 14-ാമത്തെ പേജിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂരിലെത്തിയ മഹാനായ കെ മൗലവി, ആ കെ മൗലവി സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ഏറിയാട് അഴീക്കോട് ഭാഗങ്ങളിലുള്ള ചില ഉന്നത കുടുംബങ്ങൾ തമ്മിൽ ചിരകാലമായി തുടർന്നു വന്ന കുടുംബ വഴക്കുകൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതാണ് മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രത്യേകത. ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പ്രത്യേകത, അവർ സമൂഹത്തെ നോക്കിക്കണ്ടവരാണ്, സമൂഹത്തെ മനസ്സിലാക്കിയവരാണ്. അടച്ചിട്ട റൂമിൽ നിന്ന് ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ കോണിപ്പടി ഇറങ്ങി വന്ന് മുന്നിലേക്ക് കടന്നു വന്ന് ഇടയിൽ പോയി ജനാല വക്കത്ത് നിന്ന് കാർക്കിച്ചു തുപ്പി, അതിനുശേഷം നേരെ മെഹ്റാബിലേക്ക് കടന്നു വന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിന് തുടക്കം കുറിച്ച് സലാം വീട്ടി തിരിഞ്ഞിരുന്ന് കൂട്ടുപ്രാർത്ഥന നടത്തിയ ആ വഴിക്ക് ഇറങ്ങിപ്പോയി വീണ്ടും ആ കോണിപ്പടിയിൽ കയറി അടുത്ത ഇഖാമത്ത് വരെ കാതോർത്തിരുന്ന ആളുകൾ ആയിരുന്നില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് അവർ സമൂഹത്തെ മനസ്സിലാക്കി, സമൂഹത്തിനിടയിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി. അങ്ങനെ അഴീക്കോട് ഏറിയാട് ഭാഗങ്ങളിൽ ഉന്നത കുടുംബങ്ങളായ ആളുകൾ തമ്മിൽ ചിരകാലമായി നടന്നു വന്നിരുന്ന പ്രശ്നങ്ങൾ, കുടുംബ വഴക്കുകൾ, അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് പിന്നീട് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഇത് നമ്മൾ എഴുതി വെച്ച ചരിത്രമല്ല ഞാൻ വായിക്കുന്നത്, സമസ്തയുടെ 70-ാം വാർഷിക സ്മരണിയിൽ നിന്നാണ്. പിന്നീട് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. 1922 അത്. ആദ്യം 11 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന പ്രസ്തുത സംഘം പിന്നീട് വിപുലീകരിക്കപ്പെടുകയും അതിന് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേർ നൽകപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം സൂത്രധാരകൻ കെ എം മൗലവി തന്നെയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കെ എം മൗലവി ഇവിടുത്തെ രാഷ്ട്രീയപരമായ രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുവാനുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കെ എം മൗലവി അതിൻ്റെ ഭാഗമായി തനിക്ക് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടി വന്നപ്പോൾ അവിടെയും
ആ സമൂഹത്തിനിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആ പ്രവർത്തനം നിഷ്പക്ഷ സംഘമായി രൂപപ്പെട്ട് പിന്നെ അത് കേരളം മൊത്തം വ്യാപിച്ച് കേരള മുസ്ലിം ഐക്യസംഘമായി രൂപീകരിക്കപ്പെടുകയാണ് എന്ന് മാത്രമല്ല, പിന്നീട് ആ പ്രവർത്തനങ്ങൾ വിപുലമായി. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ആ അബ്ദുൽ ഖാദർ മൗലവി KM മൗലവിയുമായി ചേർന്ന് അങ്ങനെ ഐക്യസംഘത്തിന്റെ 1ാം വാർഷിക യോഗം 1923 ഏറിയാട് വെച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രവർത്തനം പിന്നെ വിപുലമാകുന്ന രംഗം വിശദീകരിക്കുകയാണ്. ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗം 1924 ആലുവയിൽ വെച്ച് ചേർന്നു. അതിനോടനുബന്ധിച്ചു തന്നെ ഒരു പണ്ഡിത സംഘടനയും രൂപീകരിച്ചു. അതിന്റെ പ്രസിഡന്റ് KM മൗലവി ആയിരുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായി അസംഘടിതരായി കഴിഞ്ഞിരുന്ന മുസ്ലിം ഉമ്മത്തിനെ കോർത്തിണക്കിക്കൊണ്ട് കേരള മുസ്ലിം ഐക്യസംഘവും ആ കേരള മുസ്ലിം ഐക്യസംഘത്തിന് പണ്ഡിതോചിതമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ, പണ്ഡിതോചിതമായ ഉപദേശങ്ങൾ നൽകുവാൻ കേരള മുസ്ലിം ഐക്യസംഘവും രൂപീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ആ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്നിങ്ങനെ നാഴികക്ക് 40 വട്ടം പ്രസംഗിക്കുക. എങ്ങനെ ഐക്യം ഉണ്ടാക്കുക? അതൊക്കെ ഉണ്ടായിക്കോളും എന്നാണ്. എല്ലാവരും മിണ്ടാതിരിക്കുക, അങ്ങനെ ഐക്യം ഉണ്ടാക്കാനാണ്. എല്ലാവരും മിണ്ടായിരിക്കുക, സൈലന്റ് പ്ലീസ്, എല്ലാവരും മിണ്ടായിരിക്കുക. എന്നിട്ട് നിനക്ക് ഐക്യം ഉണ്ടാക്കുക. ആരും ഒന്നും പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. എന്ത് കണ്ടാലും കണ്ണടച്ചേക്ക്. അവന്റെ വഴിക്ക്, ഇവന്റെ വഴിക്ക്, അതുപോലെ തന്നെ അയാളുടെ തോന്നിയവാസം, അങ്ങനെ എന്തുമായിക്കോട്ടെ, ഒന്നും മിണ്ടണ്ട, നമുക്ക് ഐക്യപ്പെട്ടിരിക്കാന്നാണ്. ഇങ്ങനെ അപ്രായോഗികമായ ഐക്യമല്ല മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. നേരെ മറിച്ച് ഇന്ന് ഐക്യം പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് പോയിട്ട്, നമ്മുടെ ഒരു മഹലിൽ പോയിട്ട്, ഒരു പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും പോയിട്ട് ഒരു സഫിൽ നിൽക്കുന്ന ആളുകൾ അവർക്കിടെ ഐക്യം ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല. കാര്യം എന്താ? ഭിന്നിപ്പടിസ്ഥാനപരമാണ്. കാരണം ഒരു മഹലിൽ, ഒരു മുസ്ലിം മഹലിൽ അംഗത്വം എടുക്കണമെങ്കിൽ ആ മഹലിലെ ബൈലയിൽ എഴുതി വെച്ചത് എന്താ? ഈ മഹലിൽ അംഗത്വം എടുക്കുന്ന ആള് വിശ്വാസപരമായി ഒന്നുകിൽ അശ്ശരി ആകണം, അല്ലെങ്കിൽ മാതുരീദി ആകണം. രണ്ടും കൂടി ആകാൻ പറ്റുമോ ഇല്ലാരെ? പറ്റൂല. രണ്ടിലൊന്നേ ആകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്ന് തള്ളണം എന്നല്ല, ഒന്ന് മാറ്റിവെക്കണം എന്നാണ്. ഇത് വിശ്വാസരംഗത്ത്. പിന്നെയോ കർമ്മരംഗത്ത് 4 മദ്ഹബ് സ്വീകരിക്കണം. 4 കൂടെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലാരെ? അത് പറ്റൂല. 4 സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 3 തള്ളണം എന്നാണ് അർത്ഥം. 3 തള്ളണം. അവിടെ തന്നെ ഭിന്നിപ്പായി. അങ്ങനെ ഭിന്നിപ്പൊന്നും ഇല്ലാന്ന് ചില ആളുകൾ പറഞ്ഞു. ആരാ പറഞ്ഞത് ഭിന്നിപ്പില്ല എന്ന്? ആ മദ്ഹബി പക്ഷപാതിത്വത്തിനിടയിൽ നിലനിന്ന ഭിന്നിപ്പ്, ഇന്നും തീരാത്ത ഭിന്നിപ്പ് നമുക്കറിയാം. കിഴക്കൻ പ്രദേശത്തുള്ള ഹനഫികൾക്കിടയിൽ പോയാൽ അവർ പറയാ ഏറ്റവും നല്ല മദ്ഹബ് നമ്മുടെ മദ്ഹബാണെന്ന. ഏറ്റവും നല്ല മദ്ഹബ് നമ്മുടെ മദ്ഹബാണ്, ഏറ്റവും വലിയ ഇമാമ് നമ്മുടെ ഇമാമാണെന്ന. മാത്രമല്ല, ശാഫികളെ സംബന്ധിച്ചിടത്തോളം അവര് പാടി നടന്ന പാട്ടെന്താ? സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ മാഇൻ വമിൻ തീനി. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി. ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹു പരമപരിശുദ്ധനാണ് എന്നാ ശാഫികൾ പാടുക. ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹു പരമപരിശുദ്ധനാണ്. ഷാഫിയാക്കളെ അല്ല പറഞ്ഞതുപോലെ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും സൃഷ്ടിച്ച അല്ലാഹു പരമപരിശുദ്ധനാണ് എന്ന്. എന്തേ പാടാൻ കാരണം? ഹനഫി മദ്ഹബില് മനി അഥവാ ഇന്ദ്രിയം നജസാണ്. അതുകൊണ്ട് ഹനഫി മദ്ഹബിൽ അത് നജസായതുകൊണ്ട് ആ നജസിൽ നിന്നുണ്ടായ ഹനഫികൾ നജസുകളാണ് എന്നാ. ഷാഫി മദ്ഹബിൽ അത് നജസല്ല. അപ്പൊ ഷാഫികൾ നജസുകളല്ല എന്നാ ഇങ്ങനെ പാട്ടുപാടി. മാത്രമല്ല, ഹനഫി മദ്ഹബിൽ നമുക്കറിയാം അത്തഹിയാത്തിൽ വിരൽ ഉയർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നത് ക്ലോസ് ചെയ്ത് കൊള്ളണം. പെട്ടെന്ന് ഉയർത്ത് പെട്ടെന്ന് താഴ്ത്തുക. അങ്ങനെയാണ്. ഒരു ഇഷാറ മാത്രം മതി, ഒരു അടയാളം മാത്രം മതി. ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയാൽ പിന്നീട് തീരുന്നത് വരെ അങ്ങനെ തന്നെ നിർത്തണം എന്നാ. അപ്പോൾ ഒരു ഷാഫി ഒരു ഹനഫി കൂടെ നിസ്കരിക്കാതെ നിന്നു എന്നാ. മറ്റേ ആൾ ഇങ്ങനെ വിരൽ ചൂണ്ടി തന്നെ നിൽക്കുകയാണ്, ക്ലോസ് ചെയ്യണില്ല. ഇത് കണ്ടപ്പോൾ മറ്റേ അപ്പുറത്ത് നാക്ക് ദേഷ്യം പിടിച്ചിട്ട് അയാൾ ഇടുപ്പിലുണ്ടെന്ന കത്തി എടുത്തിട്ട് ഈ വിരലൊക്കെ കണ്ടിച്ച് കളഞ്ഞതാ. ഈ വിരലിങ്ങനെ മടക്കാതെ വെക്കുന്നത് കണ്ടിട്ട് ഈ ഷാഫിയോടുള്ള ദേഷ്യം മൂത്തിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആ വിരലങ്ങ് മുറിച്ച് കളഞ്ഞു എന്നാണ്. ഈ രൂപത്തിൽ പരസ്പരം കലഹങ്ങൾ. നമസ്കാരത്തിൽ കൈകെട്ടുന്ന വിഷയത്തിൽ ഐക്യം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല.
വളരെ ചെറിയൊരു കാര്യം. ശാഖാപരം എന്ന് പലപ്പോഴും പലരും പറയണ്ട ചെറിയൊരു കാര്യം, പക്ഷെ ഐക്യുണ്ടാക്കാൻ പറ്റുമോ അവിടെ? ചെറിയൊരു കാര്യം അവിടെ ഒരു ഐക്യുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? മാലിക് പറയും ഞാൻ കൈ കിട്ടൂല, അറ്റൻഷൻ അസംബ്ലിക്ക് നിൽക്കണ പോലെ ഞാൻ അറ്റൻഷനായിട്ട് നിൽക്കൊള്ളൂല, മൂപ്പര് കൈ കിട്ടൂല. ഹനഫി വന്നാലോ? ഹനഫി പറയും ഞാൻ പൊക്കിൾ താഴെ കെട്ടുള്ളൂ, പൊങ്ങൂല, ഞാൻ അവിടെ കെട്ടുള്ളൂ എന്നാ. അല്പം കൂടി അഡ്ജസ്റ്റ് ചെയ്യേ, എന്നോ പൊക്കിളിൻ്റെ മുകളിൽ പോണ പ്രശ്നമില്ല. ഷാഫിയോ? ഷാഫി ഞാൻ വയറ്റത്ത് മാത്രമേ കെട്ടുള്ളൂ. ഐക്യുണ്ടോ? ഐക്യുണ്ടോ? ഇല്ല, ഐക്യമില്ല. കാരണം ഭിന്നിപ്പടിസ്ഥാനപരമാണ്, ഭിന്നിപ്പടിസ്ഥാനപരമാണ്. ഇങ്ങനെ അനൈക്യത്തിലായ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ഐക്യമുണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർക്കിടയിൽ ഐക്യമുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തർക്ക് തോന്നിയതുപോലെ അവരവർ ചെയ്തു കൊള്ളട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയാണോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ അനൈക്യത്തെ അവിടെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുക, ആ അനൈക്യം അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുക. അല്ലതിന് പരിഹാരമുണ്ടോ? ഉണ്ട്. എന്താ പരിഹാരം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന പരിഹാരം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന പരിഹാരം. എന്താണ് ആ പരിഹാരം? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾ മനുഷ്യരാണ്, ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്. മനുഷ്യൻ എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനവന്റെ അഭിപ്രായത്തിൽ തൂങ്ങി നടക്കുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നതയുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ ആ ഭിന്നതയുണ്ടായ വിഷയത്തെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അവിടെ നിന്ന് നിങ്ങൾ പരിഹാരം തേടണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദാലിക ഖൈർ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. വഅഹ്സനു തഅ്വീലാ, ഏറ്റവും നല്ല പര്യവസാനവും അതുതന്നെയാണ്. അവിടുന്ന് പരിഹാരം കാണണം എന്നാ. അവിടുന്ന് പ്രശ്നത്തിലുള്ള പരിഹാരം കണ്ടെത്തി അല്ലാഹ് എന്താ പറയുന്നത്, റസൂലുള്ളാഹി എന്താ പറയുന്നത് എന്ന് അന്വേഷിച്ചിട്ട് അവിടെ നിന്നൊരു തെളിവ് കിട്ടിയാൽ പിന്നെ അഭിപ്രായ വ്യത്യാസം പാടില്ല, പിന്നെ ഭിന്നിപ്പ് പാടില്ല. പിന്നെയോ പിന്നെ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. കാരണം ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമിഅനാ വഅതഅനാ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് വിധി ഉണ്ടാക്കുവാൻ, തീർപ്പുണ്ടാക്കുവാൻ വേണ്ടി അല്ലാഹുവിലേക്ക് വരൂ, റസൂലുള്ളാഹിയിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രത്യുത്തരം എന്താണ്? സമിഅനാ വഅതഅനാ. അല്ലാഹയാണോ പറഞ്ഞത്, റസൂലാണോ പറഞ്ഞത്, അത് അംഗീകരിക്കുക എന്നുള്ളതാ. അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്നാ. അല്ലാതെ അവിടുന്ന് ഒരു അഭിപ്രായം വന്നാലും തീരുമാനം വന്നാലും അതെനിക്ക് പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് അത് പറ്റുന്നില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നാ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാ. തെളിവ് വന്നാൽ, പ്രമാണം വന്നാൽ അതങ്ങനെ തന്നെ സ്വീകരിക്കണം, അതങ്ങനെ തന്നെ പിൻപറ്റുക. എന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. ഈ ഒരു നിലപാടിലേക്ക് മുസ്ലിം ഉമ്മത്ത് വന്നാലോ, മുസ്ലിം ഉമ്മത്തിനിടയിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. കാര്യം എന്താ? ദീനെന്ന് പറഞ്ഞാൽ മാ ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എന്ന അവസ്ഥയിലേക്ക് വന്ന് എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്, ഭിന്നതയ്ക്ക് പരിഹാരമുണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം സമുദായം ഐക്യപ്പെട്ട് നിൽക്കണമെന്നാണ്. മുസ്ലിം സമൂഹം ഐക്യപ്പെട്ട് നിൽക്കുക. ഈ ഒരു നിലപാടിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുവരുവാൻ വേണ്ടി പ്രമാണങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയപ്പോൾ ചിലർ മനസ്സിലാക്കി ഇങ്ങനെ പോയാ പറ്റൂല, ഇത് സംഗതി വേറൊരു പോക്കാ പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമൂഹത്തെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തെടുത്തു? ഉടൻ തന്നെ വേറെ ചില ആളുകൾ
പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കേരള ജമിയത്തുൽ ഉലമയിൽ പ്രശ്നം ഉണ്ടാക്കുക. എന്നിട്ട് അവരെന്തെടുത്തു, വേറൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ദാ ഈ പുസ്തകത്തിൽ തന്നെ സമസ്തയുടെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായത് മുജാഹിദ് പ്രസ്ഥാന, ആദ്യം ഉണ്ടായ പണ്ഡിത സംഘടന കേരള ജമിയത്തുൽ ഉലമയാണ്. ഇതുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവരെന്തെടുത്തു എന്നറിയോ, ഇവർ മാറി. അങ്ങനെ ഇവർ പോയി സമസ്ത എന്ന് പറഞ്ഞിട്ടൊരു സംഘം ഉണ്ടാക്കാൻ പോവാണ്. നേരെ പോയിട്ട് 1925 കേരളത്തിലെ ചില പ്രമുഖ ഉലമാക്കളും സമുദായ നേതാക്കളും കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി നിലവിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു വിലയിരുത്തി. തുടർന്ന് മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡന്റും പാറോൽ ഹുസൈൻ മുസ്ലിയാർ സെക്രട്ടറിയുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു ഉലമാ സംഘടനയ്ക്ക് രൂപം നൽകിയെന്നാണ്. ഇവർ പോയിട്ട് വേറൊരു ഉലമാ സംഘം ഉണ്ടാക്കി. എന്തിനാ? ഇവിടെ ഉള്ള ഉലമാ സംഘത്തെ തകർക്കാൻ, ഇവിടെ ഉള്ള ഉലമാ സംഘടന അതിനെ തകർക്കാൻ, ഈ പ്രവർത്തനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സംഘടന ഉണ്ടാക്കി. അതാണ് യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്ന സംഘടന. അത് കുറെ കാലമായി പ്രവർത്തിക്കുന്നു. നിലവിൽ എന്തൊക്കെ അന്ധവിശ്വാസമുണ്ടോ, അനാചാരമുണ്ടോ, അതൊക്കെ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി, അതെല്ലാം സമൂഹത്തിൽ അങ്ങനെ തന്നെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള ജമിയത്തുൽ ഉലമ ഇപ്പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, കേരള നദുൽ മുജാഹിദീൻ ഇപ്പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, MGM പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നു, വാദപ്രതിവാദങ്ങൾ നടന്നു. ഇതുകൊണ്ട് ഈ സമൂഹത്തിനുണ്ടായ ഗുണം എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖണ്ഡന പ്രസംഗം അല്ലെങ്കിൽ ഈ വിമർശനം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു റസൂലുള്ളാഹിനെക്കാളും വലിയ മുത്തക്കാകാൻ ശ്രമിക്കാണ്. വിമർശിക്കാൻ ആദ്യം പറഞ്ഞ വ്യക്തി ആരാ? ആദ്യം റസൂലുള്ളാഹിയാ കൽപ്പിച്ചത് അല്ലേ? ഉഹ്ജു ഖുറൈശ, ഉഹ്ജു ഖുറൈശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഖുറൈശികളെ നിങ്ങൾ വിമർശിക്കുന്ന. ആരോടാ പറഞ്ഞത്? സഹാബത്തിനോട്. സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാ വിമർശിക്കാനുള്ളത്? ആരെ വിമർശിക്കേണ്ടത്? ഖുറൈശികളെ വിമർശിക്കേണ്ടതെന്ന് പറഞ്ഞത്. എൻ്റെ ഓർമ്മ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മുന്നോട്ട് വന്നു, എന്നെ പറഞ്ഞു, ഞാനുണ്ട് നബി, ഞാൻ വിമർശിക്കാറ്, ഞാൻ വിമർശിക്കാറ്. അദ്ദേഹം വിമർശിക്കാൻ പറഞ്ഞു. നബി പറയാ, വിമർശിക്ക്, ഞാൻ കേൾക്കട്ടെ, എൻ്റെ വിമർശനം എങ്ങനെയുണ്ടെന്ന് ഞാൻ കേൾക്കട്ടേതാ. അദ്ദേഹം വിമർശിച്ചു ഖുറൈശികളെ, ശരിക്കും വിമർശിച്ചു. നബി പറഞ്ഞു, പോരാ, ഇത് പോരാ, ഇങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല, ഇതിനേക്കാളും നല്ല കട്ടിക്ക് വിമർശിക്കണം, കട്ടിക്ക് വിമർശിക്കണം. സഹിയായ ഹദീസാണ്. ആ സമയത്താണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു രംഗത്തേക്ക് വരുന്നത്. എന്നിട്ട് നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വിമർശിച്ചു തരാം, ഖുറൈശികളെ ഞാൻ വിമർശിച്ചു തരാം. നബി ചോദിച്ചു, എങ്ങനെ നീ വിമർശിക്കുക? ഖുറൈശികളെ എങ്ങനെയാ നീ വിമർശിക്കുക? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, നബിയെ, ഒരാടിനെ തൊലി ഉരിച്ചു നിർത്തണം, ഞാൻ അങ്ങോട്ട് ഉലിച്ചു തരും എന്ന് പറഞ്ഞു. ഇതെന്റെ വാചകമല്ല, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. ഒരാടിന്റെ തൊലി ഉരിച്ചു തരുന്നത് പോലെ ഞാൻ അങ്ങോട്ട് ഉരിച്ചു തരും, രണ്ടാക്കി. ആ തൊലി ഇങ്ങനെ പറിച്ച് ഞാൻ അങ്ങോട്ട് മാറ്റിയിടുന്നു പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആകെ വിഷമത്തിലായി. നബി പറഞ്ഞു, അല്ല ഹസ്സാനെ, നീ ഖുറൈശികളെ വിമർശിക്കാൻ ഇങ്ങനെ ഒരുങ്ങിയാലും ഞാനും ഖുറൈശിപ്പെട്ട ആളാണല്ലോ, അപ്പൊ ഞാനോ കൂട്ടത്തിൽ പെട്ടു പോകൂലേ എന്നാണ് നബി ചോദിച്ചത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, താങ്കളത് ഓർത്ത് വിഷമിക്കണ്ട, പേടിക്കണ്ട. കാരണം അബൂബക്കറിനോട് ഞാൻ തങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, തങ്ങളുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്, ഖുറൈശികളെ സംബന്ധിച്ച്, അവരിൽ ഓരോ ആളുകളെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് ഖുറൈശികളെ ഞാൻ വിമർശിക്കുമ്പോൾ ഒരു വെണ്ണയിൽ നൂല് വീണുപോയാൽ ആ നൂല് എത്ര സുരക്ഷിതമായി എടുത്തു മാറ്റുമോ അതുപോലെ അതിനിടയിൽ നിന്ന് നബിയെ ഞാൻ തങ്ങളെ എടുത്തു മാറ്റുന്നതാണ്. അതിന് തങ്ങളെ ഞാൻ ഊരിയെടുക്കും, ഊരി മാറ്റും. എന്നിട്ട് പറയേണ്ട ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ വാക്കിൽ, എൻ്റെ വിമർശനത്തിൽ. ഏൽക്കേണ്ടവർക്ക് അത് ഏൽക്കുകയുള്ളൂ. കൃത്യമായി ഞാൻ വിമർശിക്കുന്ന നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ ഒഴിഞ്ഞു കൊടുത്തു. ആ മിമ്പർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അയ്യദുഹു ബിറൂഹിൽ ഖുദ്സ്. ഹസ്സാനെ നീ സഹായിക്കണം റബ്ബേ. ആരെ കൊണ്ട് സഹായിക്കണം? ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണം. ജിബ്രീലിനെ കൊണ്ട് ഹസ്സാനെ സഹായിക്കണം റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നുവെച്ചാൽ തൗഹീദിനെതിരെ വരുന്ന ശബ്ദങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കണം എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരെ വരുന്ന ശബ്ദങ്ങളെ ശക്തമായി വിമർശിക്കണം.
അല്ലാതെ ഇസ്തിരി പ്രസംഗം വേണമെന്നല്ല നബി പറഞ്ഞത്. അവിടെ ഇസ്തിരി പ്രസംഗം ആയിക്കോട്ടെ പ്രശ്നമില്ല, ഇസ്തിരി പ്രസംഗം ആയിക്കോട്ടെ പ്രശ്നമില്ല, ഇസ്തിരി ഇട്ട് പ്രസംഗിച്ചാൽ മതി എന്നാ വിമർശനമാകാം, പക്ഷേ അത് വ്യക്തമായൊന്നും മനസ്സിലാകേണ്ട ഇസ്തിരി പ്രസംഗം ആയിക്കോട്ടെ എന്നല്ല. ഉഹ്ജു ഖുറൈശ, ഖുറൈശികളെ നിങ്ങൾ വിമർശിക്കുന്നതാണ്. കാരണമുണ്ട്, കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിമർശിക്കും. മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ വന്നിട്ട് ആളുകളുടെ ഭൗതിക തലങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ആയുധം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആയുധം വിജ്ഞാനമാണ്, അറിവാണ്, ഖുർആനാണ്, സുന്നത്താണ്. ആ സുന്നത്ത് കൊണ്ട് അസത്യത്തിന്റെ വാതായനങ്ങളിലേക്ക് എറിഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം. കൊട്ടിയടക്കപ്പെട്ട ആ അസത്യത്തിന്റെ കവാടങ്ങൾ, അതേ അങ്ങേറ്റം ശക്തമായ താഴുകൾ കൊണ്ട് പൂട്ടപ്പെട്ട അസത്യത്തിന്റെ കവാടങ്ങൾ, ആ കവാടങ്ങൾക്ക് നേരെ ഈ ഹക്ക് കൊണ്ട് ശക്തമായി എറിഞ്ഞു. അസത്യത്തെ തകർക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെന്ന മേഖലയിൽ ആദ്യം ചെയ്തതാണ് തൗഹീദ് പറഞ്ഞു കൊടുത്തു, സുന്നത്ത് പറഞ്ഞു കൊടുത്തു. നൂറ്റാണ്ടുകളായി കുറ്റാക്കൂരിട്ടിൽ അകപ്പെട്ടു പോയ ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഖുറാഫാത്തിന്റെ കുറ്റാക്കൂരിട്ടിൽ അകപ്പെട്ടു പോയ ആളുകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സുന്നത്തിന്റെ ആയാത്തുകൾ, സുന്നത്തിന്റെ ശബ്ദത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ നിങ്ങൾ കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ കൈകാലുകൾ ബന്ധിച്ച് ഇരുളടഞ്ഞ റൂമിൽ, ഒരു വെളിച്ചവും കിടക്കാത്ത റൂമിൽ അദ്ദേഹത്തെ നിങ്ങൾ ബന്ധനസ്ഥനാക്കിയിടുക. 10-15 കൊല്ലം അത്ര മതി. ആ 10-15 കൊല്ലത്തിന് ശേഷം ആ മനുഷ്യന്റെ മുഖത്തേക്ക് ആ വാതിൽപ്പഴുതിലൂടെ ചെറുതായി ഒന്ന് ടോർച്ചടിച്ചു കൊടുത്തു നോക്കൂ. ആ മനുഷ്യൻ അസ്വസ്ഥനാകും, ബഹളം വെക്കും. ഒരിക്കലും അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഈ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹം വാവിട്ട് നിലവിളിക്കും, അദ്ദേഹം അമറും, അദ്ദേഹം ആ വെളിച്ചമടിക്കുന്ന ആളുടെ നേരെ അയാൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കുതിച്ചു ചാടും. സ്വാഭാവികമാണ്. ഈ ഒരു അവസ്ഥ മുജാഹിദ് പ്രസ്ഥാനം കേരള സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടു. വിശുദ്ധ ഖുർആനാകുന്ന, തിരുസുന്നത്താകുന്ന ടോർച്ച് കൊണ്ട് ഈ കുറ്റാക്കുരുട്ടിൽ അകപ്പെട്ടു പോയ അന്ധവിശ്വാസത്തിന്റെയും ശിർക്കിന്റെയും ഇരുളറയിൽ നൂറ്റാണ്ടുകളായി ബന്ധിക്കപ്പെട്ട ഈ സമൂഹത്തിന്റെ നേരെ മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനാകുന്ന, തിരുസുന്നത്താകുന്ന ടോർച്ചടിച്ചു കൊടുത്തപ്പോൾ അലറി വിളിച്ചു കേരള സമൂഹം, ശബ്ദമുണ്ടാക്കി, ബഹളം വെച്ചു. അതുപോലെ തന്നെ കല്ലെടുത്തുകൊണ്ട് മുജാഹിദ് നേതാക്കളെ പ്രതിരോധിക്കുവാൻ ഈ വെളിച്ചം അടിക്കുന്ന, ഈ പ്രകാശമടിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി അവർ മുന്നോട്ട് വന്നു. എന്നാൽ ഈ വെളിച്ചവുമായി മുജാഹിദ് പ്രസ്ഥാനം അത് ഓഫ് ചെയ്ത് തിരിഞ്ഞുപോയില്ല. കുറേശ്ശെ അടിച്ചു കൊടുത്തു. കുറേശ്ശെ ആട്ടെ അവൻ്റെ കണ്ണിലേക്ക് കിട്ടി. ആദ്യം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബഹളമൊക്കെ വെച്ചെങ്കിലും പിന്നീട് ഇങ്ങനെ നോക്കുമ്പോൾ കൊള്ളാം, ചെറിയ പ്രകാശമുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് ഉൾക്കൊണ്ടു, പിന്നീട് അങ്ങനെ മാറി. പിന്നെ അവസാനം ഇങ്ങനെ സാധനം ഉണ്ട് എന്നൊരു മനസ്സിലാക്കി, ഇങ്ങനെ പ്രകാശം ഉണ്ട്. അവസാനം പതുക്കെ വന്ന് ആ വാതിൽപ്പഴുതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഉദിച്ചുയർന്ന സൂര്യനെ അവർ കണ്ടത്, വിശാലമായി പ്രപഞ്ചത്തെ കണ്ടത്, ഹരിതാപമായി ഭൂമിയെ കണ്ടത്. ഈ അവസ്ഥ കണ്ടപ്പോൾ പിന്നെ അവർക്ക് ആ ഇരുട്ടറയിൽ കഴിയാൻ സാധിച്ചില്ല. അവർ വാതിലുകൾ ചവിട്ടി തുറന്നു, ആ ചങ്ങലുകൾ പൊട്ടിച്ചെറിഞ്ഞു, അവര് പുറത്തേക്ക് ചാടി, അവരും ടോർച്ചെടുത്തു. ഇതുപോലെ ഈ ഇരുട്ടറയിൽ കഴിയുന്ന നൂറുകണക്കിന് മനുഷ്യർക്ക് പ്രകാശവുമായി കേരളത്തിന്റെ മുക്കുമൂലകളിൽ കടന്നു ചെന്നു. കേരളത്തിന്റെ മുക്കുമൂലകളിൽ അവർ പ്രവർത്തിച്ചു. അതിന്റെ അലയൊലികളാണ് ഇന്നും കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ പ്രവർത്തകരും ഈ ഖുർആനിന്റെ സുന്നത്തിന്റെ പ്രകാശവും കൊണ്ടുപോവുകയാണ്. ഇരുളിൽ കഴിയുന്ന ആ മനുഷ്യരുടെ മുഖത്തേക്ക് ഈ പ്രകാശം അടിച്ചു കൊടുക്കാൻ, അവരെ കൂടി ഈ വിശാലമായ, ഈ സുന്ദരമായ, ഈ ഹരിതാഭമായ ഭൂമിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരുട്ടിന്റെ സന്തതികൾ സങ്കടത്തിലാണ്. ഇരുട്ടിൻ്റെ സന്തതികൾ സങ്കടത്തിലാണ്. കാരണം ഇങ്ങനെ കുറച്ച് പ്രകാശം കിട്ടി വാതിൽപ്പഴുതിലൂടെ നോക്കി പിന്നെ സൂര്യനെ ഉൾക്കൊണ്ട് പുറത്തേക്ക് ചകല പൊട്ടിച്ച് ചാടുന്ന ആളുകളെ കാണുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ പരാതി പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയാത്ത രൂപത്തിൽ അവരുടെ അവസ്ഥകൾ മാറിയിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വേവലാതിയുമായി കഴിച്ചുകൂട്ടുന്ന അവസ്ഥ നമുക്ക് ദർശിക്കാൻ കഴിയുകയാണ് എല്ലാ രംഗത്തും. പരാതി പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറ്റമുണ്ടാകുന്നു, അവർക്ക് പരിവർത്തനമുണ്ടാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സത്യമാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദിനെ വളർത്തുന്നത് ഞാനാണ് എന്നിട്ടോ ഇയാൾക്ക് എത്ര വലിയ ഏജൻസി പണിയായി എടുക്കുന്നത്? മുജാഹിദിന് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുകയാണ്. ഇയാൾ പ്രസംഗിച്ചോണ്ട് മുജാഹിദ് പിന്നെ പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നിക്കാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറഞ്ഞു. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്.
നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാണ്, കണക്കെടുത്തിട്ടാണ് പറയുന്നത്. ഇയാള് പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാള് പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നേക്ക. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? APയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു APയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരി എന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റം ഉണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയിരുന്നതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത്, ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ. പറഞ്ഞത്ര തന്നെ മതി, അതന്നെ കൂടുതലാ. അപ്പോ മുജാഹിദുകൾക്കെതിരെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാ. ഇവിടെ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായപ്പോ ആ കേരള ജമിയത്തുൽ ഉലമ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന. അവര് പറയാ, നമ്മൾ ഇത്ര പ്രവർത്തിച്ചിട്ട് എന്താ പ്രയോജനം, ഇവിടെ ആള് കൂടുകയാണല്ലോ, ആള് കൂടുകയാണ് എന്നാ. വാഴക്കാട് 9 ഖണ്ഡന പ്രസംഗം നടന്നു ഈ വിഷയത്തിൽ. 9ഓളം ഖണ്ഡന പ്രസംഗം നടന്നപ്പോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ 4 പള്ളി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇൻഷാല്ലാഹ് കഴിയുമ്പോൾ തിരുത്തും, അതായിക്കോട്ടെ, 4 പള്ളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റേ ആൾക്ക് പ്രയാസമായി. സുബ്ഹാനല്ലാഹ്, ഞാൻ 8 ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് അവിടെ മുജാഹിദിൽ വളർന്നു എന്ന് പറഞ്ഞാൽ ആകെ പ്രയാസമാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരാളെ ഇറക്കുമതി ചെയ്യാണ്. എവിടുന്ന്? വാഴക്കാട് നിന്ന് മറുപടി പറയാൻ വേണ്ടി. ഇനി ഞാൻ എന്നെ വാഴക്കാട്ട് കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച അദ്ദേഹം പറഞ്ഞ ആളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഷീർ മാസ്റ്റർ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സൗണ്ട് നിങ്ങൾക്ക് വാഴക്കാട് 9 പ്രാവശ്യം പേരോട് ഉസ്താദ് ഖണ്ഡനം നടത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ പരിചയമുണ്ടാകും എന്ന് എനിക്കറിയാം. ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നതും അതിന് ഉസ്താദിനെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നതും അതിൻ്റെ മുഖ്യ പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം വഹാബിൻ്റെ അതേ കോലത്തിലുള്ളൊരു വേഷത്തിലാണ് ഈ കാര്യം അയാൾ പറഞ്ഞത്. കാരണം ഒരു മുസ്ലിയാരുടെയോ വേഷത്തിലാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായിരുന്നു. വാഴക്കാട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം 14-15 കൊല്ലമാണായത്. എനിക്ക് 43 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്. എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ്, പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട്ട് മുജാഹിദിനൊരു പള്ളി പോലുമില്ല. ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഞാൻ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക്. നിങ്ങൾ വരണം. എന്നിട്ട് നിങ്ങളുടെ AK സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. സഹോദരന്മാരെ, ഈ രീതിയിലുള്ള പച്ചനുണകൾ മാത്രമല്ല, ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ, കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിൻ്റെ ചരിത്രം അറിയില്ലേ? പ്രസിദ്ധമായ കുത്തുബി തങ്ങളും ബഹുവന്യരായ കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർസ് നടത്തിയ ദാറുൽ ഉലൂം അറബിക് കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണോ മുജാഹിദിനൊരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത്? ഇത് പച്ചക്കള്ളമാണ്. രണ്ടാമത്തെ ഒരു
വിഷയം. പള്ളി ഉണ്ടാക്കിയത്, മുജാഹിദിന്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി, പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു പ്രവർത്തകനാണ് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും സുന്നത്ത് ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു. ആലോചിക്കണം. ഇന്നും വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പോ ഇതാണ് നിലവിലെ അവസ്ഥ. ഒരാൾ പറയാണ് വാഴക്കാട് മുജാഹിദ് വളർന്നത് ഇയാൾ പ്രസംഗിച്ചിട്ടാണ്. അപ്പൊ പ്രസംഗിച്ചാക്ക് ഇല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ പ്രസംഗിച്ചിട്ടോ മുജാഹിദിൽ വളർന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് വേറൊരു കാക്കയെ വിളിച്ചിടുന്നതാണ്. വാഴക്കാട് നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് മൂപ്പരെ കൊണ്ട് പറയിക്കണേ അങ്ങനൊന്നുമല്ല, ഉസ്താദ് പ്രസംഗിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് അവിടെ എന്ന് പറയാൻ ശ്രമിച്ചതാണ്. അപ്പൊ നമ്മുടെ മറ്റേ സുന്നി വിടുവോ? ആ സുന്നി വിടൂലല്ലോ. ആ സുന്നി വീണ്ടും പിടിച്ചു. സഹോദരന്മാരെ, ഇയാള് പേരോട് അയാളുടെ സംഘടനയുടെ ഉയർന്ന നേതാവായ വാഴക്കാട്ടുള്ളൊരു പ്രവർത്തകനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പേരോട് പറയാണ്, ഹമീദ് ഫൈസി പ്രസംഗത്തിൽ പറഞ്ഞ ഞാൻ വീട്ടിൽ താമസിച്ചിരുന്ന, ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി വന്നിരുന്ന, കിതാബ് നോക്കാൻ സ്ഥിരമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ആ വീട്ടുകാരൻ പോലും ഇന്ന് കാന്തപുരത്തിൻ്റെ കൂടെയില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ആ ആളാണ് ഈ ആൾ എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. ആ ആളാണോ ഈ ആള്? അവിടെ പള്ളി ഉണ്ടായിട്ടുണ്ടോ മുജാഹിദിന്? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മുജാഹിദ് AP വിഭാഗം ആളുകൾ മുജാഹിദിക്ക് പോയിട്ടുണ്ടോ? അവിടെ സുന്നിക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ? സംക്ഷിപ്തമായി വാഴക്കാട്ടും ധാരാളം പ്രവർത്തകന്മാർ ഇത് കേട്ടറിഞ്ഞിട്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകനായ അലി അക്ബർ, ഷിഹാബ് തുടങ്ങി ഹമീദ് ഫൈസ് ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഷിഹാബ് വാഴക്കാട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ സത്യം നിങ്ങൾ നേരിട്ട് കേൾപ്പിക്കും. വാഴക്കാട്ടുകാർ പറയട്ടെ ഇതിന്റെ സത്യം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ എൻ്റെ നാട്ടുകാരനായ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നത്. അദ്ദേഹം ഒരു പക്ഷേ സ്വാഗതം പറയുകയും അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വാഴക്കാട് മുജാഹിദിന് പള്ളി ഉണ്ടായിരുന്നു ആദ്യം തന്നെ എന്നാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ കേൾക്കുന്ന ആളുകൾക്ക് വാഴക്കാട് വന്ന് പരിശോധിക്കാം. അവിടെ മുജാഹിദിന് മാത്രമായിട്ട് ഒരു പള്ളിയും ഉണ്ടായിരുന്നില്ല. അവിടെ മുജാഹിദും ജമാഅത്തും എല്ലാവരും കൂടി നിസ്കരിക്കുന്ന ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പള്ളി പേരോട് വന്ന് പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ മുജാഹിദ് സംഘടനാപരമായി കെട്ടുറപ്പോട് കൂടി ആയപ്പോൾ അവർ ആ പള്ളി ഏറ്റെടുത്ത് നടത്താൻ കെൽപ്പുള്ളവരായി മാറി. അതാണ് പേരോട് അവിടെ വന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരു ഗുണം. പിന്നെ വാഴക്കാട് 4 പള്ളി പുതുതായി ഉണ്ടായി എന്ന് ഹമീദ് ഫൈസി പറഞ്ഞ കാര്യം, അവിടെ 4 പള്ളിയല്ല ഉണ്ടായിട്ടുള്ളത്, 5 പള്ളി ഉണ്ടായിട്ടുണ്ട്. 6ാമത്തെ പള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥലവും കൂടി പറയാണ്. വാഴക്കാട് താഴങ്ങാടി ഒരു പള്ളി, എടശ്ശേരിക്കുന്നത്ത് പള്ളിയും മദ്രസയും, വാഴക്കാട് ചെറുവട്ടൂർ മുജാഹിദ് പള്ളി, ചീനി ബസാറിൽ ഒരു പള്ളി, പൂവാടിച്ചാലിൽ ഒരു പള്ളി. അവസാനം പറഞ്ഞ ഈ 2 പള്ളിയും പേരോട് പ്രസംഗിച്ചതിൻ്റെ ഇടത്തും വലത്തുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പേരോട് പ്രസംഗിച്ച സദസ്സിൻ്റെ ഇടത്തും വലത്തുമായിട്ടാണ്, അതിനരികിലായിട്ടാണ് ഈ 2 പള്ളിയും ഉണ്ടായിട്ടുള്ളത്. 6ാമത്തെ പള്ളി വാഴക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുന്നിൽ ഇപ്പോൾ KNM സ്ഥലമെടുത്തുകൊണ്ട് അവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബെഞ്ചും ഡെസ്കും പിടിച്ച ഒരു വ്യക്തി പോലും APയിൽ നിന്ന് മാറിയിട്ടില്ല. വാഴക്കാട്ട് ഈ പരിപാടിക്ക് പാട്ടപ്പിരിവ് നടത്തിയ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു സുഹൃത്തുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ആ ആളെ നേരിൽ സംസാരിക്കാൻ അദ്ദേഹം റെഡിയാ. ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. അദ്ദേഹം പറഞ്ഞു തരും നിങ്ങൾക്ക് അദ്ദേഹം SSFകാരനായിരുന്നോ, എന്തുകൊണ്ട് SSF നിന്ന് മാറി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു തരും. പിന്നീട് പറഞ്ഞൊരു കാര്യം,
പേരോട് പ്രസംഗത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തി ഇദ്ദേഹമാണെന്നുള്ളതാണ്. പേരോടിന്റെ പ്രഭാഷണത്തിന് സ്വാഗതം പറഞ്ഞു, ഹെൽപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ പേരോട് പ്രസംഗത്തിന് വേണ്ടി വരുമ്പോൾ കയറിയിരിക്കുന്ന പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം റെഫറൻസ് നടത്താറുള്ളത്, കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന, അതിന് സഹായം ചെയ്തിരുന്ന ഒരു പ്രമുഖനായ വ്യക്തിയുണ്ട്. ഈ വാഴക്കാട്ടങ്ങാടിയിൽ അവിടെ പള്ളിയും മദ്രസയും കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിച്ച പ്രമുഖനായ ഈ വ്യക്തി ഇന്ന് അദ്ദേഹം ആ പള്ളിയിൽ കയറാതെ തൊട്ടപ്പുറത്തെ പള്ളിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇത് കേൾക്കുന്ന ആളുകളെ ഈ കാര്യങ്ങൾ നേരിൽ കണ്ടു ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ വന്നാൽ അത് കാണിച്ചു തരാൻ വാഴക്കാട്ടുള്ള SKSFന്റെ പ്രവർത്തകർ തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, വാഴക്കാട്ടുകാരനായ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, വാഴക്കാട്ട് പേരോട് വന്ന് പ്രസംഗിച്ചിട്ട് എന്ത് ഗുണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് കിട്ടി? ഓംപ്ലേറ്റ് അടിക്കുന്ന ആളുകൾ കുറച്ച് കാശുണ്ടാക്കി എന്നുള്ളതല്ലാതെ വാഴക്കാട്ട് പഞ്ചായത്തിന് സുന്നി സമുദായത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അവിടെയുള്ള എത്രയോ പ്രവർത്തകര് മുജാഹിദിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരുടെ പ്രവർത്തനം കൊണ്ട് അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനെ സുന്നിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളടുത്ത് സജീവ SKSFന്റെ പ്രവർത്തകരാണ്. നിങ്ങൾ പറഞ്ഞേരി, ഞങ്ങൾ സമ്മതിക്കാൻ റെഡിയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നാണ്ടാ ഇന്ന പ്രവർത്തകൻ ഞങ്ങളെ പ്രഭാഷണം കൊണ്ട് മുജാഹിദ് എന്ന് മാറി സുന്നിസത്തേക്ക് വന്ന് നിങ്ങളൊന്ന് പറഞ്ഞേരി. ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈക്ക് വേളയിൽ സഹോദരന്മാരെ, വാഴക്കാടിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, നന്നായി മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുജാഹിദ് പറയല്ല, നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല, ഇത് രണ്ട് സമസ്തക്കാർ തമ്മിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ്. അതിന് തെളിവുകളാണ്, വളരെ വ്യക്തമായി കേട്ടു. മാത്രമല്ല, നിങ്ങൾ അതിനിടയ്ക്ക് ശ്രദ്ധിച്ചോ, അവിടെ മുജാഹിദിന് 6 പള്ളി ഉണ്ടായെന്ന് പറയുമ്പോൾ തക്ബീർ വിളിക്കാണ് ആര്? സമസ്തക്കാർ. അപ്പൊ ഇനിയുടെ പള്ളി ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം, ഇനി അവിടെ പള്ളി ഉണ്ടാകട്ടെ. ഈ രൂപത്തിൽ സമൂഹത്തിന് എങ്ങനെ മാറ്റമുണ്ടായി? എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രസക്തമാണ് എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ്. ഇനി ഞാൻ ഒന്നും പ്രസംഗിക്കണ്ട, വാഹു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രസംഗം പൂർത്തിയായി. കാരണം അത്ര വ്യക്തമാണ് എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം പ്രസക്തമാണ്. മന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതെന്താണ്? ഹിദായത്താണ്. ആ ഹിദായത്ത്, അതിന്റെ പ്രാധാന്യം, അതിന്റെ പവിത്രത, അതിന്റെ ഔന്നിത്യം മനസ്സിലാക്കണമെങ്കിൽ ജാഹിലിയത്ത് അറിയണം. ജാഹിലിയത്ത് എന്തെന്ന് മനസ്സിലാക്കണം. ജാഹിലിയത്ത് എന്താണ് മനുഷ്യനെ ആക്കിത്തീർത്തത് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ഇതിന്റെ പ്രസക്തി മനസ്സിലാവുക. ഒരുപക്ഷേ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ എല്ലാവിധ ആകാരത്തോടും ഭംഗിയോടും കൂടി മാത്രം കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടാവും. അവർക്കൊരു പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്ത് എന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഈ പ്രസ്ഥാനം ചെയ്ത സേവനം എന്താണ് എന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ സമൂഹത്തിൽ ഈ പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനം എന്ത് എന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ സമുദായം ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. കേരള സമൂഹം ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു. ഇവിടെ ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ, സാക്ഷികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് 2 സമസ്തക്കാരും അവതരിപ്പിച്ച ഈ സാക്ഷി, ആ സാക്ഷികളെ അടക്കം ഞങ്ങൾ ക്ഷണിക്കുന്നത് വാഴക്കാട്ടേക്ക് മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലകളിലേക്കാണ്. ഇത് വാഴക്കാട് മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലകൾ, ആ മുക്കുമൂലകളിൽ ഉണ്ടായ പ്രതിഭാസമാണിത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജ്ഞാനത്തിന്റെ വളർച്ച, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെറ്റപ്പ്, അവരുടെ ഭൗതികമായ ഉയർച്ച ഒന്നുമല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ പ്രത്യേകത ആ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ഇറങ്ങിച്ചെന്നത് ഈ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്കാണ്, വിശുദ്ധ ഖുർആനുമായി തുരസുന്നത്തുമായി. എന്നാലോ മറുഭാഗത്ത് പൗരോഹിത്യം അണിനിരന്നു. ഞങ്ങളവരെ കണ്ടു, ഞങ്ങളെക്കാൾ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കാൾ എല്ലാവിധ കോപ്പുകളുമായി, എല്ലാവിധ സംവിധാനങ്ങളുമായി, എല്ലാവിധ പടപ്പുറപ്പാടുകളുമായി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഈ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുവാനും ഇറങ്ങി പുറപ്പെട്ട പൗരോഹിത്യത്തെ ഞങ്ങൾ കണ്ടു. അവർക്കെതിരെ പ്രതികരിച്ചു.
അവർക്കെതിരെ ശബ്ദിച്ചു. കേരള ജനത അത് മനസ്സിലാക്കി, കേരള ജനത അത് ഉൾക്കൊണ്ടു. ഇത് വെറുതെ പറയുകയല്ല. സമൂഹത്തെ ഇവരെങ്ങനെ നോക്കി, സമൂഹം ഇവരെ എങ്ങനെ നോക്കിക്കണ്ടു, സമൂഹം ഇവരെ എങ്ങനെ നോക്കിക്കണ്ടു. പൊതുജനം ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുവാനും നശിപ്പിക്കുവാനും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുവാനും കടന്നു വന്ന ഈ സംഘങ്ങളെ, ഈ സംഘടനകളെ എങ്ങനെ കണ്ടു? ഞാൻ കൂടുതൽ ഉദാഹരണം കാണിക്കുന്നില്ല. ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ. കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്.